ഹലോ ഗൈസ്, പൂപ്പീസ് വെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ ചായൻ്റെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. നമുക്ക് കുറച്ച് മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാണ്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാൻ പുറത്തൊരു അടുപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ചക്കരക്കിഴങ്ങ് എങ്ങനെ പുഴുങ്ങിയെടുക്കാം വീട്ടിലോട്ട് പോകാം. ഈ കിഴങ്ങ് ഏകദേശം 1 കിലോനോളം വരും കേട്ടോ. അപ്പോൾ ഞാനിത് നന്നാക്കിയിട്ട് കഴുകിയിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഇതിൻ്റെ മേലെ കുറേ ചളിയുണ്ട്. ഇപ്പോൾ എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും അവൈലബിൾ ആകുന്ന സീസണാണ് നവംബർ ഡിസംബറൊക്കെ. ഏകദേശം തിരുവാതിരയോടനുബന്ധിച്ച് തന്നെ ഒരുപാട് വെറൈറ്റി കിഴങ്ങുകളൊക്കെ വിപണിയിലെത്തും. ഈ മധുരക്കിഴങ്ങിനെ നമ്മുടെ നാട്ടിലേക്ക് ചക്കര കിഴങ്ങെന്ന് പറയും കേട്ടോ. അപ്പം പേര് പോലെ തന്നെ അത്രയും മധുരമാണ് കേട്ടോ ഈ കിഴങ്ങിന്. ഇതിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റും പൊട്ടാസ്യവും ഫൈബറിൻ്റെ ഒരുപാട് കണ്ടൻറ്റും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രമേഹ രോഗികൾക്ക് വരെ കഴിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതാ എല്ലാം നന്നാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് പുഴുങ്ങാനുള്ള പരിപാടിയിലാണ്. ചെറിയ പീസാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. എന്നാലേ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുള്ളൂ. ചിലവരിത് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചെടുക്കും. പക്ഷെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റേതായ ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഇതിനുണ്ടാവും. അപ്പോൾ നമ്മളിതാ മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുപ്പിൽ തീയെല്ലാം കത്തിക്കട്ടെ. നിലം കുറച്ച് നനഞ്ഞുകൊണ്ട് തലേന്ന് മഴ ചെയ്തതായിരുന്നു. അപ്പോൾ തീ പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവേ. പക്ഷേ ഞാൻ ഉണക്കണ്ണയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഉണക്കുള്ള വിറകുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തി പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കിഴങ്ങാണ് അടുപ്പത്തേക്ക് വെക്കുന്നത്. ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മുങ്ങുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. പിന്നെ ഈ കാണുന്ന പറമ്പെല്ലാം ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെതാണ്. ഇടയ്ക്ക് നമ്മൾ പാത്രമൊക്കെ ഒന്ന് തുറന്നു നോക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഏകദേശം ഒരു 2 തള തിളച്ചപ്പോൾ ഞാനിനി ഉപ്പിടാൻ പോവാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി അടച്ച് വയ്ക്കാം. ഇനി ഞാൻ ഒരു ചമ്മന്തി പൊടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിന് ചമ്മന്തി വേണമെന്നില്ല, എന്നാലും ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഒന്നും കൂടെ. ഉള്ളിയൊക്കെ തോല് പൊളിച്ചെടുക്കാണ്. അങ്ങനെ ഉള്ളിയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി പാത്രം തുറന്നു നോക്കിയപ്പോൾ ഇത് നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് വേവാണ് കേട്ടോ. ഓവറായിട്ട് വെന്തടയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ വാർത്തത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് കാന്താരി മുളക് പറിച്ചെടുക്കാണ്. കാന്താരി ആദ്യം കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒക്കെ കുറവാണ്. പിന്നെ ചമ്മന്തി പൊടിക്കാനൊക്കെ ഇതിൽ നിന്നാണ് പൊട്ടിച്ചെടുക്കാറുള്ളത്. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. മുളക് നന്നാക്കി കഴിക്കിയിട്ടുണ്ട്. ഇനി പുളിയും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാം. അപ്പം നമ്മൾ എല്ലാം ഇട്ട് ചതച്ചെടുക്കാൻ. നമ്മൾ ഉപ്പിടാൻ മറന്നുപോയി. കുറച്ച് ഉപ്പ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ. നല്ല മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചായ കുടിക്കാം.
ഞാനിതാ കുറച്ച് ഒരു ഇലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയും മതി. ഇനി കുറച്ച് ചമ്മന്തി കൂടെ വെച്ചെടുക്കാം. ഏകദേശം ചമ്മന്തി ഒരു 3-4 പേർക്കൊക്കെ കഴിക്കാനുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് എടുത്തിട്ട് തോല് പൊളിച്ചിട്ട് ചമ്മന്തിയിലേക്കൊന്ന് കുത്തിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സംഭവം ഉണ്ടല്ലോ, സൂപ്പറാണ്. മധുരക്കിഴങ്ങിൻ്റെ മധുരവും പുളിയും കാന്താരീൻ്റെ എരിവും കൂടി ഒന്ന് മിക്സ് ആവുമ്പോണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തത്തെ കാറ്റൊക്കെ കൊണ്ട് നമ്മളിതാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ഇനി ചക്കരക്കിഴങ്ങ് ഉണ്ടാക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പം ലൈക്ക് ഇടാൻ മറക്കണ്ടേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ. താങ്ക് യു.